ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് കൊടിയിറങ്ങി. 1000-ഓളം പുതിയ പുസ്തകങ്ങളാണ് മേളയിൽ ഇത്തവണ പ്രകാശനം ചെയ്തത്. ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും ഇത്തവണത്തെ മേള ശ്രദ്ധേയമായിരുന്നു. 12 ദിവസങ്ങളിലായി 206 രാജ്യങ്ങളിൽ നിന്നുള്ള 14 ലക്ഷത്തിലേറെ സന്ദർശകരാണ് ഇത്തവണ ഷാർജ പുസ്തകോത്സവത്തിനെത്തിയത്. 1000-ഓളം പുതിയ പുസ്തകങ്ങളാണ് മേളയിൽ പ്രകാശനം ചെയ്തതെന്ന് ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. ഇതിൽ മലയാളി എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഭൂരിഭാഗവും എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പുസ്തകമേളയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയധികം പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നത്. നിങ്ങളും പുസ്തകങ്ങളും തമ്മിൽ എന്ന പ്രമേയത്തിൽ നടന്ന പുസ്തകമേളയിൽ ഗ്രീസ് ആയിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യം. 118 രാജ്യങ്ങളിൽ നിന്നുള്ള 2350 പ്രസാധകരും 66 രാജ്യങ്ങളിൽ നിന്നുള്ള 250 എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും പുസ്തകമേളയെ സജീവമാക്കി. പുസ്തകമേളയോടനുബന്ധിച്ച് 1200 കലാ സാംസ്കാരിക സർഗാത്മക പരിപാടികളും അരങ്ങേറി. ഇന്ത്യയിൽ നിന്ന് മേളയ്ക്കായി എത്തിയ വായനക്കാരും നിരവധിയായിരുന്നു. ഷാർജ ഫെസ്റ്റ് കാണാൻ വരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ് വന്നത്. മഹാ അത്ഭുതം തന്നെയാണ് ഈ ഫെസ്റ്റ്. എന്നെ വല്ലാണ്ട് ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യമാണ്. അങ്ങനെ സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു അനുഭവമാണ്. മേളയിലെ വിവിധ ഹാളുകളിലായി നിരവധി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. കവി കെ സച്ചിദാനന്ദൻ, കെ ആർ മീര, ഇ സന്തോഷ് കുമാർ എന്നിവർക്ക് പുറമെ ബുക്കർ പ്രൈസ് ജേതാവ് കന്നഡ എഴുത്തുകാരി ഭാനു മുഷ്താഖ്, ക്രൈം റിപ്പോർട്ടറും നോവലിസ്റ്റുമായ ഹുസൈൻ സെയ്ദി തുടങ്ങി ഇന്ത്യൻ എഴുത്തുകാരും ആഗോള പ്രതിഭകളും ഷാർജ പുസ്തകോത്സവത്തിൽ വായനക്കാരുമായി സംവദിച്ചു. 24 ഷാർജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.